സോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സെറാമിക് ടൈലിന്റെയും ക്ലേ ടൈലിന്റെ ഉള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്നാണ്. അപ്പൊ ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ കൂടുതൽ ആൾക്കാരും അവരുടെ റൂഫിന് ഇതുപോലത്തെ റൂഫിംഗ് ടൈൽസ് ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ക്ലേ ടൈൽ യൂസ് ചെയ്യുമ്പോൾ ബെനിഫിറ്റ് എന്താണ്, അതേപോലെ ഈ സെറാമിക് ടൈൽ യൂസ് ചെയ്യുമ്പോൾ ബെനിഫിറ്റ് എന്താണെന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. മെയിൻ ആയിട്ട് പറയേണ്ടത് രണ്ട് ടൈലിൽ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് ബട്ടർഫ്ലൈയുടെ ടൈലിൽ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് റെഡ് ക്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്ത് ചെയ്യണതിനുള്ള ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെറാമിക് ടൈൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചൂട് വളരെ കുറവായിരിക്കും. അതേപോലെ നല്ല അതിശക്തമായ മഴയൊക്കെ വന്നാൽ നിങ്ങൾക്ക് ഉള്ളിലേക്ക് സൗണ്ട് ഭയങ്കര കുറവായിരിക്കും. എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും തിക്നെസ്സിലാണ് ഈ ഒരു ടൈല് മാനുഫാക്ചറിംഗ് ചെയ്ത് വരുന്നത്. അതേപോലെ സെറാമിക് ടൈലിൽ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് പോർസിലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. അതുകൊണ്ട് ഈ ഒരു ടൈല് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലേ ടൈൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചൂട് കുറച്ച് കൂടുതലായിരിക്കും. അതല്ല, നിങ്ങളുടെ വീട് വാർപ്പ് കഴിഞ്ഞിട്ട് അതിന്റെ മേളിൽ ടൈല് വിരിക്കുമ്പോൾ കുഴപ്പമില്ല. നിങ്ങൾ വെറുതെ ഡ്രസ് വർക്ക് മാത്രം ചെയ്തിട്ട് ടൈല് വിരിച്ച് കഴിഞ്ഞിട്ട് ക്ലേ ടൈൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചൂട് കുറച്ച് കൂടുതലായിരിക്കും. അതേപോലെ ടൈലിന്റെ കളർ കോട്ടിംഗ് ആയാലും നിങ്ങൾക്ക് ബട്ടർഫ്ലൈയുടെ ക്ലേ ടൈലിന് ഒരു 30 വർഷം വാറണ്ടിയും സെറാമിക് ടൈലിന് ഒരു 15 വർഷം വാറണ്ടി ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഈ രണ്ട് ടൈലിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലത്തെ റൂഫിംഗ് ടൈലിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ മറക്കാതെ ഇപ്പൊ തന്നെ പേജ് ഫോളോ ചെയ്ത് വെച്ചോ.